അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. ചിത്തിര അര, അവസാനത്തെ 2 പാദം. ചോതി, വിശാഖം, മുക്കാല്, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ. ബുധൻ, ശുക്രൻ, സൂര്യൻ, കുജൻ മുതല എല്ലാ ഗ്രഹങ്ങളും, രാഹു, ഈ ഗ്രഹങ്ങളൊക്കെയും 5-ാം ഭാവത്തിൽ വരുന്നു. ബുദ്ധി ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വളരെ ഉയർച്ച. അതായത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അധ്യാപനം, മീഡിയ സംബന്ധിച്ചുള്ള ജോലികൾ, ഡിസൈൻ മേഖലയിൽ ഉള്ള ജോലികൾ, ഇവയിലൊക്കെ കൂടുതൽ ഒരു ശക്തി പ്രാപിക്കുന്നതായിട്ടും അംഗീകാരങ്ങൾ കിട്ടുന്നതായിട്ടും കാണാവുന്നതാണ്. പുതിയ ആശയങ്ങൾ, നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങൾ നമ്മുടെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നവർക്ക് കൂടുതൽ അതിൽ താല്പര്യമുണ്ടാവുകയും അതുകൊണ്ട് കൂടുതൽ അംഗീകാരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ധനപരമായിട്ട് ഈ സൃഷ്ടിപരമായിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞതായിട്ടുള്ള തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകും. എന്നാൽ അത് ചില സ്പെക്കുലേഷൻ ഒക്കെ ചെയ്യുന്നവർ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെന്നാൽ അതിൽ ചതി പറ്റാൻ സാധ്യത ഉണ്ട്. ആരോഗ്യപരമായിട്ട് ഉറക്കം ക്രമീകരിക്കേണ്ടതാണ്. മാനസിക അവസ്ഥ സൂക്ഷിക്കേണ്ടതാണ്. മാനസിക ഒരു സന്തുലനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ഇല്ലാതെ വരാനും അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ഒരു നല്ല അന്തരീക്ഷമായിരിക്കും. കുട്ടികൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്നും ഒക്കെ ഉള്ള സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദാമ്പത്യത്തിലും സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ വർദ്ധിക്കും. വീട്ടിലെ ചില സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഭദ്രകാളിക്ക് പൂജ നടത്തുക, അഥവാ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ദർശനം മുതലായിട്ടുള്ളവ ചെയ്യുന്നതും, ലക്ഷ്മി സ്തവം ജപിക്കുക മുതലായിട്ടുള്ളതും വളരെ നല്ലതാണ്.